ആശാവർക്കർമാരുടെ സമരത്തെ കൈയൊഴിഞ്ഞ് സംസ്ഥാന സർക്കാർ. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചെന്നും സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നും സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി. സർക്കാർ ആശമാരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെയും സമരക്കാരുടെയും പ്രതികരണം. ആശാവർക്കർമാരുടെ സമരം 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് കുലുക്കമില്ല. കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച മന്ത്രി എം പി രാജേഷ് സമരക്കാരുടെ ഉദ്ദേശശുദ്ധിയെയും മന്ത്രി ചോദ്യം ചെയ്യുന്നു. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി എം പി രാജേഷ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ന്യായമായ ആവശ്യമുന്നയിച്ചുള്ള സമരത്തെ പുച്ഛിക്കുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷം സമരക്കാർക്കൊപ്പമെന്നും വി.ഡി. സതീശൻ. ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച സഭ വിടുകയാണെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അതില് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു. സർക്കാർ നിലപാടിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുകയാണ് ആശാവർക്കർമാർ. 40 ദിവസമായി തുടരുന്ന രാപ്പകൽ സമരത്തിനൊപ്പം പ്രഖ്യാപിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 2-ാം ദിവസവും തുടരുകയാണ്. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ ബന്ധപ്പെട്ട ധനവകുപ്പാണ് തീരുമാനം എടുക്കുന്നുണ്ടെന്നെങ്കിൽ ഇവരെല്ലാം കൂടി കൂട്ടിയാലോചിച്ച് നമ്മളെ ഹെൽത്ത് മിനിസ്റ്ററിനെ വിളിച്ചാൽ മതി. നമുക്കൊരു അങ്ങനെ ഹെൽത്ത് മിനിസ്റ്റർ വിളിക്കേണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ഞങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരട്ടെ, അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അവർക്ക് മാത്രമേ ചർച്ച ചെയ്യാനുള്ള അധികാരമുള്ളൂ. സമരത്തോടുള്ള ഇടതു നേതാക്കളുടെ പരിഹാസം ഇന്നും തുടർന്നു. CPM വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരും കൂടി കുറച്ച് ആളുകൾ അവിടെ കൊണ്ടിരുത്തിയാൽ അതിന് സമരം എന്ന് പറയാൻ പറ്റൂല. അത് സമരമല്ല, അത് സമരമല്ല. ഇത് സമരത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം 5 കൊല്ലം ഭരിച്ചിട്ടല്ലേ പൂർത്തീകരിക്കാം. നിലവിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നും ഇനി ചെയ്യേണ്ടതെല്ലാം കേന്ദ്രമെന്നും പറഞ്ഞ് കൈയൊഴിയുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ ആശാവർക്കർമാരുടെ സമരം എങ്ങനെ തീരുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം വർദ്ധിക്കുകയാണ്. നിയമസഭയിൽ നിന്നും അമൽത്തേൻ പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.